ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് എനിക്ക് കാണേണ്ടത് ഒരു തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടൊരു ഒരു ഒരു ഗുരു എന്ന് പറയാൻ പറ്റുന്ന ഭാഗത്തുള്ളൊരു രൂപമാണ്. ഉം. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എൻ്റെ ഗുരുവിനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ഗുരു നിന്റെ സമയമാകുമ്പോൾ നിന്റെ മുമ്പിൽ വരും എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. പിന്നെ പിന്നെ കുറേ നാൾ ശേഷം ഒരു 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 രൂപ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു തോളിലൊരു ഷാൾ പോലത്തേക്ക് ഇട്ടൊരു രൂപം. ഒരു മുഖത്ത് നോക്കാൻ പറ്റില്ല, അത്രയും പ്രകാശമാണ് ആ മുഖത്തോ ശരീരമൊന്നും ശരിക്കും നമുക്ക് 100% ക്ലിയർ ആയിട്ട് കാണൂല. അത്രയും ഒരു ഗോൾഡൻ പ്രകാശമാണ് ചുറ്റും. എന്നിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ തലയെ കൈവച്ചു. അപ്പോൾ ഒന്ന് ഷോക്ക് അടിക്കുന്ന രീതിയിലാണ് ഞാൻ ഇരുന്നടക്കുന്ന അലറിപ്പോയി. അതേപോലെ ഷോക്ക് അടിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലമായി. ഇപ്പം വെച്ചാൽ ഒരു സന്ധ്യ ആകുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ല് വരും. ഒരു പാലപ്പൂവിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ അതേപോലെ ഞാൻ ചുരുക്കി പറയാനാണ് എൻ്റെ കാര്യങ്ങളെ. അപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് രാത്രിക്ക് ഇതുപോലെ ഞാൻ ധ്യാനിച്ചിട്ട് ആ രീതി ഇങ്ങനെ കിടക്കുകയ്യ. അപ്പോൾ അതില് ശരീരം ഭയങ്കര വൈബ്രേഷനും ഒരു ഇതൊക്കെ ഉണ്ടാവും ശരീരത്ത്. അപ്പോൾ പെട്ടെന്ന് ഒരു നോക്കിയപ്പോൾ ഇതുപോലെ സ്മെല്ലും ഇതൊക്കെ ആയിട്ട് ഒരു രാത്രി ഒരു 12 മണി 12:30 ആ സമയത്ത് തന്നെ ഒരു രൂപം നമ്മളെ അടുത്തേക്ക് വരുന്നത്. അത് ധ്യാനത്തിലല്ല, ശരിക്കും കണ്ണ് തുറന്നിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു കറുത്തൊരു രൂപമാണ്. കറുത്തൊരു രൂപം എന്ന് വെച്ചാൽ കറുപ്പും വെളുപ്പും. നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ ഒരു പുക വരൂലേ, അടുപ്പ് കത്തുമ്പോൾ ആ ഒരു പുകയുടെ ഒരു രൂപത്തിലൊരു മനുഷ്യരൂപം. ഒന്നും കാണുന്നൊന്നുമില്ല, ഫുൾ കറുപ്പും വെളുപ്പുമാണ്. പക്ഷെ മുടിയൊക്കെ ഉണ്ട്. അത് അടുത്ത് വരെ വന്നു. അടുത്ത് കട്ടിലിൽ കയറി എന്റെ തലേന്റെ ഇങ്ങനെ അടുത്ത് വരെ വന്നു. പിന്നെ കാണുന്നില്ല. കാരണം വെച്ചാല് പുറത്ത് ആരെങ്കിലും വിളിക്കാൻ വേണ്ടി നാക്ക് പൊന്തുന്നില്ല. ശരീരമൊക്കെ മരവിച്ചൊരവസ്ഥയാണ്. അപ്പം ഈ സാധനം ഈ സന്ധ്യ ആകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ എപ്പോഴും വരും. അപ്പോ ഈ കൂടുതൽ പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാല് നമ്മളിപ്പോ ഞാൻ പെയിന്റിങ്ങിന് വർക്കാണ് ചെയ്യുന്നത് ഞാന്. അപ്പോൾ ഈ സമാധി എന്നൊരവസ്ഥ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. ചിലപ്പോൾ നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. നമ്മൾ മുകളിലാണോ നമ്മൾ ഇവിടെ എപ്പോ എത്തി എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് നമ്മളെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. പെട്ടെന്ന് ആ ഒരു എന്നാ ആ അവസ്ഥക്ക് പറയണ്ടേ എന്ന് പറയാൻ അറിയില്ല. മനസ്സിലായി. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഈ മൈൻഡില് നമ്മൾ എവിടെയെങ്കിലും ഒറ്റക്ക് പോയിട്ട് ഇരിക്കാൻ തോന്നുക. ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകാനാവുന്നില്ല. ആളുകൾ കൂട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ആളുകളുടെ കൂട്ടത്തിൽ ഇറങ്ങാൻ ആകുന്നില്ല. ഇതുവരെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ വർക്കിൻ്റെ ഇതിലാണ് മെയിൻ. ഒരു സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എവിടെ തൊട്ട് തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതൊന്നും നമുക്ക് തിരിയുന്നില്ല. ഒന്നാ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണ്. ഒരു പാലപ്പൂവിന്റെയോ മുല്ലപ്പൂവിന്റെയോ ഒരു സ്മെല്ല്, ഒരു രൂപം വരുവാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാൻ പറ്റുമോ? ഇതില് നമുക്ക് എന്തായാലും മനസ്സിന് ശാന്തതയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക. ഞാനത് ചെറിയ രീതിക്ക് എന്റെ ഇത് പറഞ്ഞാണ്. ഇത് ലോങ് ആണേ. ഞാൻ പല അനുഭവങ്ങളും ഉണ്ട് ഇതിലെ. മനസ്സിലായി. മണിക്കൂറുകളോളം പറയാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് പറയൂ കേട്ടോ. എന്തായാലും നല്ല അനുഭവങ്ങളാണ്, അല്ലാതെ പേടിക്കാനുള്ളതല്ല. ഇല്ല, പേടിയല്ല. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എന്നുവെച്ചാല് എനിക്ക് എന്റെ ഗുരുക്കന്മാര് കാണും, അവര് തരുന്ന എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ധ്യാനത്തിൽ കണ്ട ഗുരു എനിക്ക് എന്റെ ഗുരുവിന്റെ അടുത്ത് എത്തിച്ചിരുന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് അത്. അതുകൊണ്ട് പേടിയില്ല. വേറൊരു ഗുരു പറഞ്ഞ എനിക്ക് ഷോക്ക് അടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വേറൊരു ഗുരുവിനെ ഞാൻ കണ്ടപ്പോ, ഒരു മനുഷ്യനെ കണ്ടപ്പോ ഒരു ഭയങ്കര ഫസ്റ്റ് ആ മനുഷ്യനെ എനിക്കിങ്ങനെ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ് അതൊരു സായിബാബ, എനിക്ക് തോന്നുന്ന ഒരു സായിബാബേന്റെ ഒരു രൂപമില്ല, ഒരു തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അതേപോലെ ഒരു രൂപം എനിക്ക് ഫസ്റ്റ് ഞാനത് കണ്ടേ. അത് കഴിഞ്ഞിട്ട് ചില ഗുരുവിന്റെ സമയം മുമ്പിൽ എത്തും. അങ്ങനെ പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്ന ഒരു തറവാട് പോലത്തെ ഒരു വീടാണ്. ഒരു ഗുരുവും
കുറെ ശിഷ്യന്മാരും, ഉം, അതിൽ ഞാനും ഉണ്ട്. അപ്പോൾ എന്നെ ഉം, വിളിച്ചിട്ട് ഒരു കാരണവരാണ്. കാരണവർ ഉം, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉം, എൻ്റെ കയ്യിൽ എന്തോ തന്നു. എൻ്റെ ഉം, കയ്യിൽ ഒരു താക്കോൽ അങ്ങനെ എന്തോ ഉം, തന്നു. ഉം, എനിക്ക് ഉം, ഉം, ശരിക്കും കിട്ടുന്നില്ല അത്. ഉം, അത് കഴിഞ്ഞ് എന്നിട്ട് ഏഹ്, ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഉം, അത് മേടിച്ചു, സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഉം, എഴുന്നേറ്റ സമയത്ത് ചെയ്ത സമയത്ത് എൻ്റെ തലയെ കൈവച്ചു. ഉം. അപ്പോഴാണ് എനിക്ക് ഷോക്കടി എന്ന് വെച്ചാൽ ഞാൻ ഒച്ചത്തിൽ ഇരുന്നെടുക്കുന്ന, ഞാൻ ഒച്ചത്തിൽ ഉം. അലറി എനിക്ക് എൻ്റെ ഒരു വൈബ്രേഷൻ, ഒരു ഇതും കുറേ ഇതൊക്കെ നേരം എൻ്റെ അതൊക്കെ ശരീരം. ധ്യാനത്തിലിരിക്കുമ്പോൾ കാണുന്നതാണ്, അല്ലാതെ ഉറക്കത്തിൽ അല്ലേ? ഒന്നെങ്കിൽ ധ്യാനത്തിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ ഉം, എനിക്ക് അനുഭവം ഉണ്ടാകുന്ന ഒന്നെങ്കിൽ ധ്യാനത്തിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. ഉം, രാവിലെ എഴുന്നേൽക്കുന്ന സമയം വരെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഒരു ഉം, ഫ്രിഡ്ജിലെ ഒരു മുഴങ്ങുന്ന ഒരു സൗണ്ട് പോലെ ഒരു സൗണ്ടും, ഉം, ചെവിയിൽ ഉം, സൗണ്ടും, ഉം, പിന്നെ ഒരു മൊബൈലിലെ കോൾ വരുമ്പോൾ ഒരു വൈബ്രേഷൻ ഇല്ലേ, ഉം, ആ ഒരു ഉം, ഉം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, ഒരു കോള് കൈ ഓക്കെ. പിടിക്കുമ്പോൾ ഉം, ഉം, അതുപോലെ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഒന്നെങ്കിൽ എനിക്ക് ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനം ഉം, ചെയ്തിട്ട് ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകാറ്. ഉം, ഉം, അപ്പോൾ അത് അങ്ങനെ കണ്ടു. അന്ന് ഷോക്കടിച്ചു. ആ ഷോക്കടി എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു. ഞാൻ അലറിപ്പോയി. അത് ബോധത്തിൽ തന്നെയാണ്. ഉം, ഉം, അലറിപ്പോയി. അതേപോലെ ഷോക്കടി ഇതായിരുന്നു. എനിക്ക് ഒന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉം, ഉം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത്, ഈ ഇതുപോലെ ആ ഗുരു അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് കാണുന്നത്. ഇതുപോലെ ഓക്കെ. ഞാൻ ആര് എന്നുള്ള ഇങ്ങനെ നമ്മളൊരു സംശയം ചോദിക്കുമല്ലോ, ഉം, അതിൽ കാണുന്ന ഇതുപോലെ ഈ ഒരു ഇല്ലം ഓക്കെ. പോലത്തെ, അതായത് ബ്രാഹ്മണം ഇതുപോലെ ഒരു ഉം, സ്ഥലം, ഉം, ഉം. ഒരു കുറെ എത്ര ശിഷ്യന്മാർ. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഉം, ഉം, ഉം. എനിക്ക് അങ്ങനത്തെ ഒരു പഠിത്തത്തിലൊന്നും ഒരു അല്ല, താല്പര്യമില്ല. അതിന്റെ ഒന്നും കാര്യമില്ല. എന്താ വെച്ചാല് ഇത് ഈ ജന്മത്തിൽ പഠിച്ചതൊന്നും അല്ല. ഏ, ആ പഴയ ജന്മങ്ങളിൽ നമ്മൾ പഠിക്കുകയും പ്രാക്ടീസും ചെയ്ത ആ അനുഭവങ്ങളൊക്കെ മെമ്മറിയിൽ ഉണ്ടാവും. ആ ആ ആ അതൊക്കെ പുതിയ ജന്മത്തിൽ വരുമ്പോഴേ. ആ ആ. അപ്പൊ ആ. ഇതില് ഉം, ഇത് ആരാ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ ആരാ ഇങ്ങനെ എനിക്കൊരു ഉം, ചോദ്യം ഇങ്ങനെ വരും. ഉം, അപ്പോൾ വന്ന സമയത്ത് ഇതിന്റെ ബാക്കി പോലെ കണ്ടേ, ഇതുപോലെ ഒരു ഉം, ശിഷ്യന്മാരും അങ്ങനെയല്ലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉം, ഉം, ഒരാൾ എന്നെ കുത്തിക്കൊല്ലുന്നതായിട്ട് ഞാൻ കാണുന്നത്. ആരും എന്നെ ഉം, കുത്തിക്കൊല്ലുന്നതായി ഞാൻ കാണുന്നത്. ഉം, ഉം, ആ ഉം. ഓക്കെ. ഉം, ഉം, ഉം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കുറേ ഉള്ളതുകൊണ്ട്. ഉം. അത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ജന്മത്തിലത്തെയും കൊണ്ടൊന്നും ആയിരിക്കില്ല. പല ജന്മങ്ങളുണ്ടല്ലോ. ആ ആ ആ അതിൽ ഓരോ ജന്മങ്ങളുടെ ഓർമ്മകൾ ഇതെല്ലാം നമ്മളുടെ ജീനുകളിൽ ഉണ്ടാവും. ആ ആ ആ മനസ്സിലായില്ലേ? ആ ആ അപ്പോൾ നമ്മൾ ഈ എവിടെ എവിടെ നിർത്തിയോ അവിടെ വീണ്ടും തുടങ്ങും ഈ ജന്മത്തിൽ. ആ അങ്ങനെ നമ്മൾ ധ്യാനത്തിൽ ആഴത്തിലേക്ക് പോകുമ്പോൾ ആ പല പല ജന്മങ്ങളുടെ കഥകൾ, ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. ആ ആ ഇപ്പൊ ബുദ്ധൻ എത്രയോ ബുദ്ധന്റെ പഴയ ജന്മങ്ങളുടെ കഥകൾ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ആ ആ എല്ലാവർക്കും ആ ഓർമ്മ ഉണരുകയാണ്. കാരണം ധ്യാനത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ നമ്മുടെ പഴയ റെക്കോർഡിന്റെ ഉള്ളിലേക്ക് പോകലാണ്. ആ ആ അപ്പോൾ അവിടെ എന്തൊക്കെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ ഓരോന്നായിട്ട് ഉണർന്നു വരും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം ഇത് പറയുന്നത് വെച്ചാൽ ഞാനല്ലേ ചിലപ്പോൾ സ്റ്റാൻഡിന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം പെട്ടെന്ന് മൈൻഡ് കട്ടായിപ്പോൾ ഞാൻ ഇവിടെയാണോ നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു മൈൻഡ്. അതൊക്കെ ഈ സമാധിയിലേക്ക് വീഴുന്നതിന്റെ ആഹാ നൈമിഷിക ദർശനങ്ങൾ തന്നെയാണ്. ആഹാ മൈൻഡ് ഒഴുകാതിരിക്കുക അവർ. ഈ ചിന്തകൾ, സമയത്ത് ശ്വാസം ഉണ്ടാവല്ലോ. ശ്വാസം ഉണ്ടാവില്ല. ആഹാ ശ്വാസം നിലച്ചിട്ടുണ്ടാവും, അതുപോലെ ചിന്തകൾ നിലച്ചിട്ടുണ്ടാവും. ആഹാ അതാണ് മൈൻഡ് സ്റ്റില്ല. അവരുടെ എന്താ വെച്ചാൽ ചിന്തകൾ നിലയ്ക്കും, ആഹാ ചിന്തകളൊന്നും ഒഴുകില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഞാനിപ്പം കുറച്ച് ബാക്കൗട്ട് അടിച്ചിട്ടുള്ളേ. ഉം. കാര്യമായിട്ട് ഞാനങ്ങൊന്നും ചെയ്യാറില്ല. എനിക്ക് വല്ലാണ്ട് ചില സമയത്ത് വല്ലാണ്ടൊരു അതിനോട് ആസക്തിനോട് കുറച്ച് അത് വരും. അത് ചില സമയത്ത് കൂടുതൽ ആ ഒരു നാഡിയുണ്ട്, കർപ്പ നാഡി എന്ന് പറഞ്ഞിട്ടൊരു, ആഹാ ആ നാഡിയാണ് ആദ്യം ഉണരുക. ആഹാ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട, സെക്സുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ അതേ ഊർജം തന്നെയാണ് ഹൈ വോൾട്ടേജ് ആയിട്ട് മുകളിലേക്ക് കയറുന്നത്. ആഹാ കേട്ടോ? അത് ഭയപ്പെടാനൊന്നുമില്ല. അത് അങ്ങനെ തന്നെ സാധനയിൽ മുഴുകിയാൽ ആ സംഭവം നേരെ മുകളിലേക്ക് വരും. ഇപ്പം താഴേക്കാണ് പോണത്. അതാണ് ആഹാ നിങ്ങൾ കുറച്ചും കൂടി സാധനയിൽ മുഴുകുകയാണ് വേണ്ടത്. ആഹാ അപ്പോൾ അത് മുകളിലേക്ക് വരും. ശരി. നമ്മൾ ഈ പണിത്തിരക്കും ഇതെല്ലാം ആകുമ്പോൾ ചില സമയത്ത് ഭയങ്കര സ്ലോ ആയി പോകും. പണിത്തിരക്ക് ലേറ്റ് ആയിട്ട് വരുത്ത് ഉം. ഇങ്ങനെയാകുമ്പോൾ വല്ലാണ്ട് സ്ലോ ആയി പോകും. ഉം,
ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ വീടിന്റെ ഞാൻ ഇപ്പോൾ ഒരു വീടെടുത്തിട്ട് ഒരു 10 വർഷമായി. ഞാൻ സ്വന്തമായിട്ട് വീടെടുത്താ. ഉം. അപ്പോൾ ഈ വീടെടുക്കുമ്പോഴും ഈ സ്ഥലത്തിന് നോക്കാൻ വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഉം. ആശാരിമാർ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു നാഗത്തിന്റെ സാന്നിധ്യവും ഉം. പിന്നെ ഈ ബ്രാഹ്മണ ഭൂമിയാണ്. പിന്നെ ഉം. നാഗത്തിന്റെ സാന്നിധ്യം ഒരു ഗുരു സമാധി ഉണ്ടെന്ന് തോന്നുന്നു ഈ സ്ഥലത്ത്. ഓ, അപ്പൊ ആ സ്ഥലം വാങ്ങിച്ചതാണ്. അപ്പൊ സ്ഥലം അത് അത് അമ്മേന്റെ സ്ഥലം വിറ്റപ്പം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ എല്ലാം ചെറുപ്പത്തിൽ എനിക്കിപ്പോൾ 33 വയസ്സായി. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മേന്റെ തറവാടിന് അവിടെ നിന്ന് സ്ഥലം വിറ്റപ്പോൾ അമ്മ ഇവിടെ വന്നിട്ട് കുറച്ച് ഉള്ളേറിയാണ് ഇവിടെ വന്നിട്ട് സ്ഥലം എടുത്തതാ. ഉം. ആ സ്ഥലത്താണ് നിങ്ങൾ വീട് വെച്ചത് അല്ലേ? ആ ചേട്ടച്ചാര് വെക്കേണ്ടതാണ്, പക്ഷെ ചേട്ടച്ചാര് വെക്കാത്തതുകൊണ്ട് ഞാൻ വെച്ച് വീട് വെച്ച് മാറി. ആ, അതൊക്കെ ആ കണക്ഷൻ ഉണ്ടേ. അപ്പൊ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ എല്ലാം കറക്റ്റാണ്, കണ്ടില്ലേ? അവിടെ ഒരു പഴയ ആളുണ്ട്, ആ, അവരുടെ സാന്നിധ്യം ഉണ്ട്. അവര് സമാധിയായിട്ടുള്ള ആളായിരിക്കും. ആ. എവിടെയാ എങ്ങനെയാന്ന് എനിക്കറിയില്ല. 15 സെന്റ് സ്ഥലമുണ്ട്. ഇതിൽ എവിടെയാണോ എന്താണോ അത് വേണമെന്നില്ല. അറിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തന്നെ അവിടേക്ക് എത്തുന്നത്. ആ, ആ, ആ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ, നമ്മൾ തന്നെ അവിടെ വരും. ആ, നമ്മളെ അവിടെ തന്നെ എത്തിക്കും. ആ, ആ. അത് ചരിത്രം അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഗുരു തന്നെ ആയിരിക്കും അത്. ആ, ആ, ആ. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ, രൂപം അന്വേഷിച്ച് പോയ പഴയ ഫോട്ടോകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിത്രം വരച്ചതൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് പോയാൽ നിങ്ങൾ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ദർശനമായിട്ട് കണ്ട ഗുരു തന്നെ ആവാൻ സാധ്യതയുണ്ട്. ചിത്രം വരപ്പിക്കണമെന്നുണ്ട് ആരെങ്കിലും. പക്ഷെ എനിക്ക് ആ മുഖം കിട്ടുന്നില്ല. എന്ത് ചെയ്തിട്ട് മുഖം കിട്ടുന്നില്ല. ആ മുഖം ശരിക്ക് അന്നേരം കണ്ടു. പക്ഷെ പിന്നെ എനിക്കത് പിന്നെ മനസ്സിൽ വരുന്നില്ല. അത് പിന്നെ ഓക്കെ ഓക്കെ. അത് അത്രയും പ്രകാശമായിരുന്നു. ഒരു ഗോൾഡ് പ്രകാശമായിരുന്നു ചുറ്റും. ഉം, ഉം. ശരിക്കും നോക്കാൻ പോലും പറ്റൂല. അതേപോലത്തെ ഒരു പ്രകാശമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ സഹായത്തിനായിട്ട് വിളിച്ചെന്ന് വെച്ചാൽ ഇതല്ലേ കാമാശക്തി ഞാൻ പറഞ്ഞില്ല. അപ്പൊ ധ്യാനം ചെയ്താൽ അത് ശരിക്കും മാറിക്കോളൂ അല്ലേ? ആ, പിന്നെന്താ, ഒരു ഊർജ്ജമേ ഉള്ളൂ നമുക്ക്. ആ, ആ, ആ. നമുക്കത് എങ്ങനെ മുകളിലേക്ക് എടുക്കണോ താഴേക്ക് കളയണോ എന്നുള്ളത് മാത്രം. അപ്പോൾ ധ്യാനം ചെയ്താൽ അത് മുകളിലേക്ക് വരും, അല്ലെങ്കിൽ അതിങ്ങനെ വേസ്റ്റ് ആയി പോകും. അത് നമ്മൾ ഇതുപോലെ ചില സമയത്ത് ഇതുപോലെ ഉറക്കത്തിലാക്കിയാലും കേറുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നിങ്ങളൊരു ഗുരുവിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു വിദ്യയിലേക്ക് എത്തും. നമ്മൾ വെച്ചാല് പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ റൂട്ട് പറഞ്ഞു തരാൻ ആരുമില്ല. അങ്ങനെ ഒരാളിലേക്ക് വരും കേട്ടോ. ആ, ആ. ആരെങ്കിലും ഒരു ഗുരു വരും, എത്തും. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സാധന പഠിപ്പിക്കും. ആ സാധന ചെയ്താൽ പൊട്ടപ്പെട്ടാന്നായിരിക്കും ചിലപ്പോൾ തൊട്ട് കൊടുക്കേ വേണ്ടി വരുള്ളൂ. എന്താ പറയാ, ഒരു മൂടി തുറക്കണ പോലെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ചിലപ്പോ സാധന ചെയ്ത് തുടങ്ങിയാൽ 1 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ സമാധി അവസ്ഥയുടെ ടേസ്റ്റ് മനസ്സിലാക്കും. പൂർണ്ണമായിട്ടുള്ള ഞാൻ 3 മണിക്കൂർ വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ധ്യാനം. അതല്ല സാധന എന്ന് പറഞ്ഞാല്, അതല്ല, അതിന്റെ താഴെ വേറൊരു സാധനം പ്രാണായാമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജപം. അങ്ങനെ ഒരു സാധന ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ധ്യാനം. ആ ധ്യാനത്തിന്റെ ആഴങ്ങളിലാണ് എത്തിച്ചേർന്നത്. അപ്പൊ നിങ്ങൾ ധ്യാനം തന്നെ ചെയ്താലും മതി, പക്ഷെ ചെയ്യണം. അല്ലെങ്കിൽ പ്രാണായാമത്തിൽ ഒന്നാണ്ട് തുടങ്ങിയാൽ ഈ സോഡാ കുപ്പിയുടെ മൂടി തുറക്കുന്ന പോലെ ടപ്പൊന്ന് തുറന്നു കിട്ടും. നമുക്കിതിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറഞ്ഞില്ല. എനിക്കതിനെ കുറിച്ച് വലിയ പ്രാണായാമായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും എനിക്ക് അത്ര വലിയ ഇതിനെ കുറിച്ച് അറിവില്ല. വരും, അറിവ് വരും, ഉള്ളിന്നും വരും. അല്ലെങ്കിൽ അത് അറിവുള്ള ഒരു ഗുരുവിലേക്ക് നിങ്ങൾ എത്തും കേട്ടോ. അപ്പൊ നിങ്ങൾ സന്നദ്ധനാവും അത് പ്രാക്ടീസ് ചെയ്യാനേ. കാരണം അല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ പ്രകൃതി തന്നെ ബാക്കി അടുത്ത സ്റ്റേജ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയാവും. അതിനാണ് ആ ഗുരുക്കന്മാരൊക്കെ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നിയന്ത്രിക്കാനാവാത്ത കോപം, അമിതമായ ഉത്കണ്ഠ, വിഷാദം, വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ, ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം. ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 9 മണി വരെ. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ
എന്ന് വാട്സപ്പ് ചെയ്യുക. പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം തുരീയം കുണ്ടലിനി രഹസ്യം. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യുക. വില 250 രൂപ.